സയ്യിദന്മാർ, ഉലമാക്കൾ, സദസ്സിലുള്ള നല്ലവരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിന് നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുമായി എന്നേക്കാളും വലിയ ബന്ധമുള്ള, അവരെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് സദസ്സിലും വേദിയിലുമുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സദസ്സിലേക്ക് എന്നെ ക്ഷണിക്കപ്പെട്ടതിൽ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഞാൻ എന്റെ പഠന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ബഷീർ സഖാഫി നല്ലളം, അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഉസ്താദിനെ ആളുകൾ ഗർഭിണികളാകുന്ന സ്ത്രീകളോ അവരുടെ കുടുംബമോ സമീപിക്കുന്ന സമയത്ത് ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ യാസീൻ ഓതാൻ പറയുന്നത് ഞാൻ കേൾക്കുകയും ധാരാളം ആളുകൾക്ക് സുഖപ്രസവം ഉണ്ടായി എന്നത് അറിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പഠനശേഷം കുടുംബത്തിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ആരെങ്കിലും ഗർഭിണികൾ സമീപിച്ചാൽ എന്റെ ഉസ്താദിൽ നിന്ന് കേട്ട അറിവ് പ്രകാരം ഞാനും പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ എന്റെ ഭാര്യയും കഴിഞ്ഞ വർഷം ഗർഭിണിയായി. അൽഹംദുലില്ലാ. ഞാനും അതുപോലെ ഭാര്യയോട് യാസീൻ ഓതാൻ പറയുകയും അതിലേക്ക് നേർച്ച ചെയ്യാൻ ഒരു പണം നേർച്ച ചെയ്ത് തലയണയുടെ അടിയിൽ വെക്കാനൊക്കെ പറയുകയൊക്കെ ചെയ്ത് അൽഹംദുലില്ലാ കഴിഞ്ഞ മാസം എന്റെ ഭാര്യ നല്ല സുഖപ്രസവം നല്ല രീതിയിൽ പ്രസവിച്ചു. അല്ലാഹു തആല ഭാര്യയ്ക്കും കുട്ടിക്കും നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ ഇന്ന് ഈ സദസ്സിലേക്ക് വരുമ്പോൾ എന്റെ ഭാര്യയോട് പറഞ്ഞു, നേരിട്ട് തങ്ങളെ കാണാനും ആ പണം കൊടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു സദസ്സിലേക്കാണ് ഞാൻ പോകുന്നത്. അൽഹംദുലില്ലാ. എന്നെ ക്ഷണിച്ചപ്പോൾ വലിയ സന്തോഷമായി. അതുകൊണ്ട് ഈ സദസ്സിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞാൻ വലിയ ഭാഗ്യവാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ പൊരുത്തം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നാളെ അവരോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഈ സദസ്സ്, അവിടുത്തെ ഉറൂസ് എല്ലാ നിലക്കും അല്ലാഹു വലിയ വിജയത്തിലാക്കി